മന്ത്രിമാരുടെ വകുപ്പുകൾ നിശ്ചയിച്ച് പൊതുഭരണ വകുപ്പ് വിജ്ഞാപനം പുറത്തിറക്കി. ലത്തീൻ സഭയുടെ എതിർപ്പിനിടെ ഫിഷറീസ് വകുപ്പ് മുസ്ലിം ലീഗിന് നൽകി. വി അബ്ദുൽ ഗഫൂർ ഫിഷറീസ് വകുപ്പ് കൈകാര്യം ചെയ്യും. അവസാന നിമിഷത്തെ ട്വിസ്റ്റിൽ റവന്യൂ AP അനിൽകുമാറിനും വൈദ്യുതി വകുപ്പ് സണ്ണി ജോസഫിനുമാണ്. ഗവർണർ അംഗീകരിച്ച പട്ടിക 24 ആണ് ആദ്യം പുറത്തുവിട്ടത്. ദീപക് ധർമ്മടം വിവരങ്ങളുമായി. ദീപക്, കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പലതരത്തിലുള്ള അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ഏത് പട്ടികയാണ് ഗവർണർ അംഗീകരിച്ചത് എന്നുള്ളത് പുറം ലോകത്തെ അറിയിച്ചത് ദീപക്കാണ്. അവസാന നിമിഷവും ട്വിസ്റ്റുകളാൽ സമ്പുഷ്ടമായിരുന്നു ഈ പട്ടിക എന്നുള്ളതാണ്. പലതവണ പട്ടിക മാറി. ഇന്ന് കാലത്താണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ എന്ന് പറയുന്നത് ശരിയല്ല, മുഖ്യമന്ത്രിയാണ് പട്ടിക കൈമാറേണ്ടത്. മുഖ്യമന്ത്രി ഗവർണർക്ക് ലോക് ഭവന് പട്ടിക കൈമാറിയത്. ആ പട്ടികയുടെ പകർപ്പാണ് ഇത്. ഈ പകർപ്പിൽ വളരെ കൃത്യമായി തന്നെ ഓരോ വകുപ്പുകൾ നിശ്ചയിച്ചു കൊടുത്തതിൽ ഏറ്റവും കൂടുതൽ വകുപ്പുകൾ ഉള്ളത് മുഖ്യമന്ത്രി VD സതീശന് തന്നെയാണ്. 37 വകുപ്പുകളാണ് മുഖ്യമന്ത്രി നേരിട്ട് കൈകാര്യം ചെയ്യുക. അതിലേറ്റവും പ്രധാനം ഫിനാൻസ് ആണ് ഒന്നാമത്തത്, നാഷണൽ സേവിങ്സ്. അതിൽ പ്രധാനപ്പെട്ട മറ്റു വകുപ്പുകൾ വരുന്നത് തുറമുഖവും നിയമവുമാണ്. തുറമുഖ വകുപ്പ്, നിയമവകുപ്പ്, പ്ലാനിംഗ് വകുപ്പ്, GID സ്വാഭാവികമായും മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യാറുണ്ട്. അതുപോലെ ഓൾ ഇന്ത്യ സർവീസും കൈകാര്യം ചെയ്യാറുണ്ട്. പക്ഷേ എന്നാൽ സയൻസ് ആൻഡ് ടെക്നോളജിയും അതുപോലെ പൊല്യൂഷൻ കൺട്രോൾ ഉൾപ്പെടെ മുഖ്യമന്ത്രിക്ക് ഇടപെടാൻ പറ്റുന്ന രീതിയിൽ മുഖ്യമന്ത്രിയുടെ വകുപ്പായി മാറുന്നു. 37 വകുപ്പുകൾ സ്വന്തമായി കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയാണ് VD സതീശൻ എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. മറ്റുള്ളവരുടെ വകുപ്പുകളിലേക്ക് കടക്കുമ്പോൾ രണ്ടാമനായി പട്ടികയിൽ, അതായത് വിജ്ഞാപനത്തിന് വേണ്ടിയുള്ള പട്ടികയിൽ രണ്ടാമൻ രമേശ് ചെന്നിത്തലയാണ്. ആഭ്യന്തരം, വിജിലൻസ്, ഫയർ ആൻഡ് റെസ്ക്യൂ, അതുപോലെ തന്നെ ജയിൽ, കയർ വകുപ്പ്. ആലപ്പുഴയിലാണ് കയർ തൊഴിലാളികൾ കൂടുതലുള്ളത്. ആലപ്പുഴയിൽ നിന്നുള്ള MLA കൂടിയാണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. രമേശ് ചെന്നിത്തലയ്ക്ക് യഥാർത്ഥത്തിൽ അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരേണ്ട ഒരു സീനിയർ നേതാവാണ്. അദ്ദേഹത്തിന് ഒരു ആശ്വാസം എന്നുള്ള നിലയിലാണ് ആഭ്യന്തര വകുപ്പിലേക്ക് അദ്ദേഹം വരുന്നത്. ആദ്യം മന്ത്രിസഭയിലേക്ക് ഇല്ലെന്ന് പറഞ്ഞു. പിന്നീട് നഷ്ടം പറ്റിയിരിക്കുന്നത് സണ്ണി ജോസഫിനാണ്. സണ്ണി ജോസഫ് KPCC പ്രസിഡന്റാണ്. ഈ തെരഞ്ഞെടുപ്പിൽ നയിച്ച പ്രധാനപ്പെട്ട ഒരാളാണ്. അദ്ദേഹത്തിന് റവന്യൂ വകുപ്പാണ് തീരുമാനിച്ചത്. പക്ഷേ എന്നാൽ പൊടുന്നനെ ആ വകുപ്പ് മാറി ഇലക്ട്രിസിറ്റിയിലേക്ക് അദ്ദേഹം മാറുന്നു. അതിനൊപ്പം പരിസ്ഥിതിയും പാർലമെന്ററി കാര്യവും, അതങ്ങനെ പ്രധാനപ്പെട്ട വകുപ്പല്ല. വൈദ്യുതി വകുപ്പിലേക്ക് സണ്ണി ജോസഫ് ഒതുക്കപ്പെടുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. മുരളീധരൻ ഗോളടിച്ചു. ആദ്യം മുതൽ പറഞ്ഞ വകുപ്പിൽ തന്നെ ഉറച്ചു നിർത്താൻ, വകുപ്പ് ഉറപ്പിക്കാൻ മുരളീധരന് സാധിച്ചു. അത് ആരോഗ്യവും ദേവസ്വവുമാണ്. ഈ ദേവസ്വം വകുപ്പിൽ കൃത്യമായി ഇടപെടുമെന്ന് മുരളീധരൻ നമ്മളോട് പറഞ്ഞതാണ്. പല അഴിമതികളും പുറത്തു കൊണ്ടുവരാനുണ്ട്, ബാക്കി കാണാനേ പോകുന്നുള്ളൂ എന്ന് അദ്ദേഹം ഈ സത്യപ്രതിജ്ഞാ ദിവസം 24 പറഞ്ഞതാണ്. പക്ഷേ എന്നാൽ അദ്ദേഹത്തിൻ്റെ വകുപ്പുകൾ മാറുന്നു എന്ന് വാർത്തകൾ പ്രചരിച്ചിരുന്നു. പക്ഷേ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ പട്ടികയിൽ ആരോഗ്യം മുരളീധരനാണ്.